ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിന്റെ സെന്ററാണ്, റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ നിർത്തുള്ളൂ. ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാലിൽ എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായിരുന്നു ഈ പാറയെക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്താനൊക്കെയുള്ളൂ. ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. നമ്മൾ അരിപ്പാറ, സൂചിപ്പാറ, തുഷാരഗിരി, അതിരപ്പള്ളിയിലും പോയി നിൽക്കുവാണെങ്കിൽ താഴ്ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് പതിക്കുന്ന ഇത് കാണത്തില്ല. ഈ പാലം ഉണ്ടായാലും നമുക്ക് ആ പാലത്തേക്ക് കയറിയാൽ ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുപാലം നിർമ്മിച്ച് ഇത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. കാട്ടിലെ മഴവെള്ളം കൂടി പാലം മൂടി വന്ന് വെള്ളം ചാടിയ 3 ദിവസം പിന്നെയാണ് കമ്പിവേലിയിലിട്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് ഇങ്ങനെ നോക്കിയെന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. പാടെ പൊത്തിക്കൂടിയല്ല വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. അപ്പക്കുട്ടൻ വള്ളിക്കുന്നിൻ്റെ ലേഖനത്തിൽ രാജൻ്റെ ബോഡി പഞ്ചറിട്ട് കത്തിച്ച പാറ കാണിക്കുന്ന ഫോട്ടോ ഇതാണ്. ഇതെല്ലാം കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്.